ഹലോ ഗൈസ്, വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ചെറുതായിട്ടൊന്ന് തുന്തുക്കുട്ടിയുടെ കൂടെ കിടന്ന് ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വിശന്ന് കേട്ടോ. അവൻ ഇതുവരെ എഴുന്നേറ്റില്ല, അവൻ ഇപ്പോഴും ഉറക്കമാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ കുറച്ച് അവൽ നനയ്ക്കാമെന്ന്. പണ്ട് ഞങ്ങൾ സ്കൂളൊക്കെ വിട്ട് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും അമ്മ എപ്പോഴും അവൽ നനച്ചും ചായയും തരുമായിരുന്നു കേട്ടോ. ഇവിടെ ഞാൻ മിക്കവാറും ഒക്കെ ഉണ്ടാക്കാറുണ്ട് ഈ അവൽ നനച്ചത്. എനിക്കും ഞാൻ അതിന് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്ക് തുന്തുക്കുട്ടിക്ക് ഇട്ട് കൊടുക്കാറുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവനും എടുത്ത് കഴിക്കാറുണ്ട് കേട്ടോ. എൻ്റെ മലയാളം ഈയിടെയായിട്ട് ഭയങ്കര മോശമായി വരികയാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ കുറേ ഹിന്ദി ഇങ്ങനെ പറഞ്ഞുണ്ടല്ലോ, മലയാളത്തിലെ കുറേ വാക്കുകളൊക്കെ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കൊടുക്കും. കുഞ്ഞിന് വെച്ച് കൊടുക്കുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്, ഇട്ട് കൊടുക്കുക എന്നാണ് പറഞ്ഞു വന്നപ്പോൾ ആയത്. എന്തായാലും രണ്ടും ഒന്ന് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം തേങ്ങ ഞാൻ ആദ്യം തന്നെ ചിരണ്ടി എടുത്തു. കുറച്ച് മതി എനിക്കും. റിക്സനാന് വേണമെങ്കിൽ റിക്സനാന് അഖിലിപ്പോൾ ഡയറ്റ് ആയതുകൊണ്ട് അവനും ഇപ്പോൾ അവലൊന്നും അധികം അങ്ങനെ കഴിക്കാറില്ല അങ്ങനെ. അപ്പോൾ തേങ്ങ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ സമയത്ത് ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് കാപ്പി കുടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ മാക്സിമം ശർക്കര പോലും ഉപയോഗിക്കരുതെന്ന് വിചാരിച്ചതാണ്. പക്ഷേ എനിക്ക് മധുരം ഇല്ലാണ്ട് കാപ്പി കുടിക്കാൻ എന്തോ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പോലെ. അപ്പോൾ ഞാൻ ഒരു സ്പൂൺ ശർക്കരയും കൂടി ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ തേങ്ങയും ചിരണ്ടി കഴിഞ്ഞിട്ട് കുറച്ച് തേങ്ങ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് എനിക്ക് തേങ്ങ കൂടുതൽ കഴിക്കാൻ കിട്ടുന്നതാണ് ഇഷ്ടം. ഈ അവൽ കുറേ ആവുന്നതിനേലും. അപ്പോൾ അവൽ കുറച്ചിട്ടു, തേങ്ങ കുറച്ച് കൂടുതൽ ഇട്ടു. പിന്നെ കുറച്ച് ശർക്കരയും. ഇവിടെ പൊടിച്ച ശർക്കര കിട്ടും കേട്ടോ. അത് ഭയങ്കര എളുപ്പമാണ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ പൊടിക്കാനും അരിയാനും ഈ ഉരുക്കാനൊന്നും നിൽക്കണ്ട. അങ്ങനെ ഞാൻ ആവശ്യത്തിന് തേങ്ങയും കൂടെ ഇട്ട് കൊടുത്ത് ശർക്കരയും ഇട്ട് കൊടുത്തു, അവലും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിടാം. നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ഞെരടി എടുക്കുമ്പോഴെല്ലായിടത്തും ഇങ്ങനെ അവൽ നന്നായിട്ട് നനഞ്ഞ് കിട്ടത്തുള്ളൂ. അവസാനം ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ഞാൻ കുറച്ച് കപ്പലണ്ടി വറുത്തതും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ എൻ്റെ കാപ്പിയൊക്കെ സൈഡിൽ തിളച്ച് റെഡിയായി ഇരിപ്പുണ്ടായിരുന്നു. ആദ്യം തന്നെ ഞാൻ കാപ്പി ഇട്ട് വെച്ചത് കാരണം എനിക്ക് ചൂടോടെ ചായ കുടിക്കുന്നത് അത്രയ്ക്ക് ഇഷ്ടമല്ല. കാരണം കുറച്ച് തണുത്ത് ചെറു ചൂടോട് കൂടി കുടിക്കുന്നത് എനിക്കിഷ്ടം. ഭയങ്കര തിളച്ച ചായ അതുപോലെ കുടിക്കുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ചായയും ഊറ്റിയെടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അവലും ചായയും കൂടെ കാപ്പിയും കൂടെ കുടിക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. നല്ല വിശപ്പായിരുന്നു. ഉച്ചയ്ക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ ചോറ് വളരെ കുറവാണ് കഴിച്ചത്. എനിക്ക് ഇഷ്ടമുള്ള കറികളല്ലായിരുന്നു. ഈ വെണ്ടയ്ക്ക കറിയായിരുന്നു ഉച്ചയ്ക്ക്, അതായത് വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടിയത്. അതെനിക്ക് അത്ര ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ അവലും ചായയും കൂടെ കഴിച്ചു. ചായ ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല ചെറു ചൂടേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എന്നാലും എൻ്റെ നാക്ക് പൊള്ളിയതുപോലെ എനിക്ക് തോന്നി ഗൈസ്. എനിക്ക് ഈ ചൂടുള്ള സാധനങ്ങൾ കഴിക്കാൻ പൊതുവേ ഭയങ്കര ഇഷ്ടക്കുറവാണ്. പിന്നെ എനിക്ക് ഈ അവൽ നനച്ച് ചെയ്യുമ്പോഴത്തേക്കും ഈ ചായ ഒഴിച്ച് അവൽ നന്നായിട്ട് കുതിർത്തിട്ട് കഴിക്കത്തില്ലേ, അങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് അങ്ങനെ കഴിക്കാനാണ് കുറച്ച് കൂടുതൽ ഇഷ്ടം. അവലിനകത്തോട്ട് കുറച്ച് ചായ ഒഴിച്ച് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് കുതിർന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് ചവച്ചിറക്കാനും നല്ല എളുപ്പമാണ്. അതിന് വേറൊരു പ്രത്യേക ടേസ്റ്റും കൂടിയാണ് ഗൈസ്. അപ്പോൾ വൈകുന്നേരം വിശന്നപ്പോൾ ഇപ്പോൾ ഡയറ്റ് ആയതുകൊണ്ടാണ് ഗൈസ് ഇങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾക്ക് അലിക്കുലത്ത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.